നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മനുഷ്യന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. എപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഒരു സീരീസ് ഓഫ് സബ്ജക്റ്റുകളിൽ ഒന്നാമത്തേതായിട്ടുള്ള പ്രേതം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. പ്രേതം എന്ന വാക്കിൻ്റെ സംസ്കൃത അർത്ഥം പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോസ്റ്റ് എന്ന് പറയുന്ന അർത്ഥമൊന്നും അതിനില്ല. അതിൻ്റെ അർത്ഥം വേറെയാണ്. പക്ഷേ ആക്ച്വലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഗോസ്റ്റിനെ കുറിച്ചാണ്, അതിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അത് ശരിക്കുമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ വെക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് അസ്ട്രോളജി ക്ലാസ് പഠിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രഡീഷണൽ വേയിൽ തന്നെ പോകാൻ ഞാൻ നോക്കാം. നിങ്ങളതിൻ്റെ കമൻറ്റ് ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഇട്ടാൽ മതി. കാരണം അസ്ട്രോളജിയെ വേറൊരു ഡയമെൻഷനിലേക്ക് പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു തുടക്കമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വേ ഓഫ് പ്രസൻറ്റേഷനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരും അധികം അസ്ട്രോളജിയിൽ സംസാരിച്ച് കണ്ടിട്ടില്ലാത്ത ടോപ്പിക്സും ഒക്കെ എടുക്കുന്നത്. പൊതുവേ ഈ മാസം നിങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് സൂപ്പർ ആയിരിക്കും എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോ ഉള്ള കാലഘട്ടത്തിലാണ് അധികം ആർക്കും ശ്രദ്ധയിൽ വരാത്ത രീതിയിലുള്ള ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ആക്ച്വലി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസിനോട് ഇനിയും താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും സാധാരണ വിഷയങ്ങൾ തന്നെ കേട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇത്ര എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല ആക്ച്വലി. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് അത് ഇട്ടാൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. അതല്ല ഇങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അസ്ട്രോളജിയെ സൈക്കോളജിയുമായിട്ടും അത് തന്നെ അല്ലാതെ തന്ത്രശാസ്ത്രവുമായിട്ടും ദേവതാ സങ്കല്പങ്ങളും അങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസസ് ശരിയാണോ തെറ്റാണോ, അതെങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ജനിക്കുന്ന സമയമനുസരിച്ച് ഒരാളുടെ ജാതകം കിട്ടിയാൽ അയാളുടെ ലഗ്നം മുതൽ 12 ഭാവം വരെ ഉള്ളതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? ആ ഓരോ ഭാവത്തിനും ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വ്യൂവും ഉണ്ട്, അതുപോലെ തന്നെ സറ്റിലായിട്ടുള്ള ഒരു വ്യൂവും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ സൗഷ്ഠവം, ഇപ്പോൾ ദേഹം പുറമേ കാണുന്നതാണ്. കല്യം ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലഗ്നത്തെ കൊണ്ട് ചിന്തിക്കും. അതിൻ്റെ ആന്തരികമായിട്ടുള്ള ശരീരത്തെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും, നമ്മുടെ സ്വസ്ഥതയെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും, ശരീരത്തെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ഭയപ്പെടുന്നതും ഒക്കെ ലഗ്നത്തിൻ്റെ ആന്തരിക സ്വഭാവമാണ്. രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് ധനഭാവമല്ലേ? ബാഹ്യമായിട്ട് ധനം, വിദ്യ ഇതൊക്കെ വരും. അപ്പോൾ ആ ഭാവത്തിൻ്റെ ആന്തരിക ഭാവം എന്ന് പറയുന്നത് സ്വം, അതായത് ധനപരമായിട്ടുള്ള തോന്നലുകൾ, വിദ്യാപരമായിട്ടുള്ള തോന്നലുകൾ, ഇങ്ങനെ എപ്പോഴും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന, അതുമായിട്ട് ഗുണമോ ദോഷവുമായിട്ട് സുഖമായിട്ടോ ദുഃഖമായിട്ടോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ ഭാവമല്ലേ ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമം പുറമേ ഉള്ളതാണ്. പക്ഷെ സഹോദരങ്ങൾ പുറമേ ഉള്ളതാണ്. അതേസമയത്ത് ധൈര്യവും വീര്യവും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളതാണ്, ആന്തരികമായിട്ടുള്ള അവസ്ഥകളാണ്. നമ്മുടെ ആ തോട്ട് പ്രോസസ്സിൻ്റെ ലെവൽ അനുസരിച്ചാണ്. ഇപ്പം 4-ാം ഭാവം എന്ന് പറയുന്നത് അമ്മ, വാഹനം ഇത്യാദി കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ പക്ഷെ 4-ാം ഭാവത്തിലാണ് സുഖം, അത് ആന്തരികമാണ്. ഇപ്പം 5-ാം ഭാവം എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് സന്താനങ്ങളെ ചിന്തിക്കുന്നതാണ്. അങ്ങനെ ബാഹ്യമായിട്ട് നമ്മുടെ പ്രണയത്തെ ചിന്തിക്കുന്നത്, പ്രണയത്തിൻ്റെ ക്വാളിറ്റി ഉള്ളിലെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഉപാസന, നമ്മുടെ ആന്തരികമായിട്ടുള്ള നന്മ, ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ ചിന്തകൾ, നമ്മുടെ കഴിവുകൾ, സർഗാത്മകത, ഇതെല്ലാം ആന്തരികമാണ്. ഈ 5-ാം ഭാവത്തിൻ്റെ ആന്തരിക സ്വഭാവമാണ്. അങ്ങനെ 6-ാം ഭാവത്തിനുണ്ട് രോഗ 6-ാം ഭാവമാണ്, കടം 6-ാം ഭാവം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ, ഇത് വരുമോ എന്നുള്ള ഭയമൊക്കെ 6-ആണ്. അപ്പോൾ 7-ാം ഭാവം എന്ന് പറയുന്നത് വിവാഹമാണ്, ബാഹ്യമായിട്ട് ഭാര്യയാണ്, കൂട്ടുകച്ചവടമാണ് പുറമെ. ആന്തരികം എന്ന് പറയുന്നത് ലൈംഗിക തൃഷ്ണകളാണ്.
ചേർച്ചയാണ്, അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റുകളാണ്, സെക്ഷുവൽ ആക്ടിവിറ്റീസിൻ്റെ ഈ രീതികളാണ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഏത് വഴിയൊക്കെ പോവും എന്നുള്ളതൊക്കെയാണ് 7-ാം ഭാവം ചിന്തിക്കുന്നത്. അങ്ങനെ ഓരോ ഭാവത്തിനും ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനും അതുപോലെ 3 മുതൽ 5 വരെയുള്ള ഭാവങ്ങളുടെ ബലവും ഒക്കെയാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ പ്രേത സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി പ്രശ്നത്തിൽ നമ്മൾ പൊതുവേ പ്രേതം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവേ ജ്യോതിഷിയുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നത്തിൽ പ്രേതം എന്ന് പറയുന്നത് ഗുളിക ബന്ധത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇപ്പം ഗുളികൻ രവിയുമായി യോഗം ചെയ്താൽ അച്ഛൻ്റെ പ്രേതം, അല്ലെങ്കിൽ സർപ്പവുമായി യോഗം ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത പ്രേതം, അല്ലെങ്കിൽ സർപ്പബാധ, സർപ്പപ്രേതം. അത് പ്രേതവും ബാധകാധിപനും കൂടി ഒരുമിച്ച് യോഗം ചെയ്യുമ്പോഴാണ് അതൊക്കെ എടുക്കുന്നത്. പിന്നെ ഇപ്പം ചന്ദ്രനുമായിട്ട് യോഗം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ പ്രേതം, അങ്ങനെ ഗുളിക ബന്ധം, ചന്ദ്രനും ഗുളിക ബന്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ കുജനാണെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ശത്രുക്കളുടെ പ്രേതബന്ധം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഗുളിക ബന്ധം വരുന്നതിനനുസരിച്ച് ഓരോ ഇതുണ്ട്. പ്രശ്നമാർഗം 15-ാം അധ്യായത്തിൽ പോയി തപ്പിയാൽ പ്രേതബാധ എന്ന് പറയുന്നൊരു ഭാഗത്ത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ കുറേ ഗ്രന്ഥങ്ങളിൽ ഈ മണക്കൂർ ശങ്കരഗണകൻ്റെ ദേവപ്രശ്നം പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ തപ്പിയാൽ, അല്ലെങ്കിൽ ദേവപ്രശ്ന അടിസ്ഥാനത്തിലുള്ള പല ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞു ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ, ക്ഷേത്രത്തിലെ 12 ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം അതിൽ ഓരോ സ്ഥലത്ത് ഇപ്പം ഗുളിക ബന്ധം വന്നിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ പ്രേത ചിന്തകളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ആക്ച്വലി പ്രശ്നം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ്റെ അനുഭവകർമ്മങ്ങൾ മാത്രമാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഋഷിമാർ പറയുന്നത് ഒരു വ്യക്തിക്ക് സഞ്ചിത, പ്രാരാബ്ധ, ആഗമികങ്ങളായിട്ടുള്ള 3 കർമ്മങ്ങളാണ് ഉള്ളത്. സഞ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാണ്. നമ്മുടെ ഒരുപാട് ജന്മങ്ങളുടെ കർമ്മങ്ങളുടെ ആകത്തുകയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. സഞ്ചിതത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോലെയാണ് പ്രാരാബ്ധം. ആ ഇൻട്രസ്റ്റുമായിട്ട് പ്രാരാബ്ധമായിട്ടാണ് നമ്മൾ ഈ ലൈഫിലേക്ക് വരുന്നത്. അപ്പം ആ പ്രാരാബ്ധം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ബർത്ത് ടു ഡെത്ത് വരെയുള്ളിടത്ത് അലൈൻ ചെയ്തിട്ട് ഈ ബർത്ത് ടു ഡെത്ത് വരെയുള്ള യാത്രക്കിടയിൽ ഈ പ്രാരാബ്ധവും സഞ്ചിതവും തീർത്ത് പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു വഴിയും ദൈവം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. അത് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പക്ഷേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സർവ്വപ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന ഊർജം നമ്മളായി ഉത്ഭവിച്ച് പുറത്തേക്ക് വന്ന് ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ശരീരത്തിലേക്ക് വരെ എത്തിച്ചത് നിൽക്കുന്നതിൻ്റെ ആകത്തുകയായിട്ട് നമ്മുടെ ബർത്ത് തുടങ്ങുന്നതിന് മുമ്പ് വരെയായിട്ടുള്ള ആകത്തുക ആണ് സഞ്ചിതം. സഞ്ചിതത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു 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 ഇൻട്രസ്റ്റാണ് നമ്മളെ പുതിയ ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ പേരാണ് പ്രാരാബ്ധം. പ്രാരാബ്ധം അനുഭവിച്ച് തുടങ്ങുമ്പം നമ്മുടെ ബർത്ത് ഫസ്റ്റ് ശ്വാസം എടുക്കുന്നിടം മുതൽ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ച് കർമ്മങ്ങൾ നമ്മുടെ മുന്നിലോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അതിനെ ആഗമികങ്ങളെന്ന് വരും. നമ്മളിലേക്ക് വരുന്നതാണ് ആഗമിക്കുന്നത്, നമ്മളിലേക്ക് വരുന്നതാണ് ആഗമികങ്ങൾ. അതിൽ ഒരു പോർഷൻ പ്രാരാബ്ധത്തിലേക്കും ഒരു പോർഷൻ സഞ്ചിതത്തിലേക്കും ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്കും പോകും. അതിൽ പ്രാരാബ്ധത്തിലേക്ക് നമ്മുടെ ഈ ലൈഫിലേക്ക് വരുന്ന പ്രാരാബ്ധത്തിലേക്ക് വരുന്ന നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് വരുന്ന ദോഷങ്ങൾ പ്രാരാബ്ധത്തിലും കുറച്ച് സഞ്ചിതത്തിലേക്ക് പോകും. അതിൽ പ്രാരാബ്ധത്തിലേക്ക് വരുന്ന ആഗമികങ്ങളെ മാത്രമേ പൂജാതി വഴിപാടുകൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയൂ. വേറൊരാളെ സമീപിച്ച് പൂജാതി വഴിപാടുകൾ കൊണ്ട് മാറ്റാൻ കഴിയൂ. ആ ഒരു വിഷയമാണ് പ്രശ്നത്തിലൂടെ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രാരാബ്ധം എന്താണെന്നും നിങ്ങളുടെ പൂർവ്വജന്മ വിഷയങ്ങൾ എന്താണെന്നുമുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിന് ജ്യോതിഷ പറഞ്ഞിട്ടുള്ളത് ജാതകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. അപ്പം പ്രാരാബ്ധത്തിലേക്കുള്ള ആഗമികങ്ങളെ മാത്രമാണ് ഈ പറയുന്ന പൂജാതി കാര്യങ്ങൾ കൊണ്ട് നടത്താൻ പറ്റൂ. എവിടെയെങ്കിലും ഒരു ഗുളികനെ എവിടെയെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് കണ്ടാൽ ഉടനെ ഗണപതി ഹോമം, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, അല്ലെങ്കിൽ സുദർശന ഹോമം, അല്ലെങ്കിൽ അഘോര ഹോമം, വരാഹി ഹോമം എന്ന് പറഞ്ഞൊരു ലക്ഷക്കണക്കിന് രൂപയുടെ ഹോമങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് പിതൃക്കളെ ആവാഹിച്ചു കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്യും. ഈ ഒരു പരിപാടി കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്.
കേരളത്തിന് പുറത്തേക്ക് പരിഹാരക്രിയകൾ വാസ്തവത്തിൽ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ആചാര്യന്മാരുടെ അടുത്ത് പോയി അവർ പറയുന്നത് കേട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ താന്ത്രിക സംബന്ധമായിട്ടുള്ള പൂജാക്രിയകൾ ഒന്നും മോശമാണെന്നല്ല, അതിന് അതിൻ്റേതായ ശരികളുമുണ്ട്. അത് ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ എന്ത് ചെയ്താലും ഋഷിമാർ കണ്ടുപിടിച്ചതാണ്, ചെയ്താൽ അതിനുള്ള ഫലം ഉണ്ടാകും. പക്ഷേ ഇന്ന് കഴിക്കുന്ന പ്രേതബാധ എന്ന് പറഞ്ഞു, ശത്രുബാധ എന്ന് പറഞ്ഞു ഇന്ന് കഴിക്കുന്ന 90% പൂജയും വാസ്തവത്തിൽ നല്ലൊരു രീതിയിലുള്ള തട്ടിപ്പുകളാണ്. കടം മേടിച്ച് പൂജ കഴിച്ചിട്ട് ഫലമില്ലാതെ ഗതി കെട്ടിട്ട് എന്നെ വിളിച്ച അനവധി ആൾക്കാരുടെ സാക്ഷ്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാനും ആരെയും ഇതൊന്നുമല്ല. അപ്പം നമ്മൾ അവിടെ ഒരു യുക്തി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി ദോഷം കൊണ്ടോ ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടപ്പം ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഈ പ്രാരാബ്ധമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം നമ്മളവിടെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ആണ് ആ വരുന്ന ആഗമികങ്ങൾ നമുക്കത് ഈ നമ്മുടെ ജീവിക്കുന്ന സാഹചര്യത്തിനും കുടുംബത്തിനുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അവിടെയാണ് ഈ പറഞ്ഞ ഗുളികൻ്റെ രീതിയിലുള്ള പ്രേതബാധ ചിന്തകൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഗുളികനെ ബന്ധപ്പെടുത്തി ഞാൻ മുമ്പേ പറഞ്ഞ രവിയുമായിട്ട് ബന്ധപ്പെട്ട് ബാധയും രവിയും ഗുളികനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ പ്രേതബാധയെന്നും, അല്ലെങ്കിൽ ചന്ദ്രനും രവിയും ഗുളികനും ചന്ദ്രനും ഗുളികനും ബാധയുമായിട്ട് ബന്ധപ്പെട്ട അമ്മയുടെ പ്രേതമെന്നും, അങ്ങനെ 4-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരദേവതയും പരദേവതാബാധയും, പിന്നെ കുടുംബത്തിലുള്ള പ്രേതബാധയും, സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിഞ്ഞാന്നോ വിഷമടിച്ചോ അല്ലെങ്കിൽ സർപ്പങ്ങളെ കൊന്ന ബാധയും, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉണ്ട്. അതായത് പ്രശ്നമാർഗം നിങ്ങൾ 15-ാം അധ്യായം നോക്കുക. ദൈവാനുകൂല്യം എന്ന് പറയുന്ന 15-ാം അധ്യായ ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിച്ചാൽ അതിനകത്ത് ഈ പ്രേതബാധ നിരൂപണമുണ്ട്. അതിനകത്ത് ഈ ഗുളികൻ്റെ ബന്ധത്തോടു കൂടിയുള്ള പ്രശ്നത്തിൽ ചിന്തിക്കുന്ന ഭാഗങ്ങളുണ്ട്. പിന്നീട് ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രശ്നത്തിൻ്റെ ഒരു സബ്ജക്റ്റുകൾ പറയുന്ന സമയത്ത് ഞാനത് പറയുകയും ചെയ്യാം. നമ്മളിപ്പോൾ ജാതക വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഒരാളുടെ ഡിഫക്റ്റ് ഇൻ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് പലപ്പോഴും പ്രേത വിഷയങ്ങളിലേക്കും അല്ലെങ്കിൽ പല കാര്യത്തിലേക്കും നമ്മളെ എത്തിക്കുന്നത്. അപ്പം അതൊരു രോഗമായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ വിഷയം ആരംഭിക്കാം. ഒരാൾക്ക് രോഗം 2 തരത്തിലാണ് വരാനുള്ള സാധ്യതയുള്ളത്. നമ്പർ 1, നിജം എന്നും അകന്തുകം എന്നും. നിജം എന്ന് പറഞ്ഞാൽ അതിന് 2ആയി പിരിയും. അതൊന്ന് ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗം, ശാരീരിക വിഷയങ്ങൾ നിമിത്തമുണ്ടാകുന്ന രോഗം. രണ്ടാമത്തത് ചിത്തം നിമിത്തം, ഉള്ളിലെ വിഷമങ്ങൾ കൊണ്ട് നിമിത്തമുള്ള രോഗങ്ങൾ. നമുക്ക് ആദ്യം നിജത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ജ്യോതിഷം അതെങ്ങനെ പറയുന്നു, അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് ഉള്ളത് നമുക്ക് നോക്കാം. അതൊരു വിശാലമായിട്ടുള്ളൊരു പഠനമാണ്. അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ നമുക്കതൊന്ന് മനസ്സിലാക്കി പോകാം. കാരണം ഇത് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സൈക്കോളജിയിൽ അതിന് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും കൂടെ, വെസ്റ്റേൺ സൈക്കോളജിയിൽ, യുങ്ങിയൻ സൈക്കോളജിയിലൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൂടെ ഞാൻ ഇവിടെ എടുത്ത് യൂസ് ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, വാസ്തവത്തിൽ ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെസ്റ്റേൺ സൈക്കോളജിയുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെയോ ആവശ്യമില്ല വാസ്തവത്തിൽ. പക്ഷേ ഇത് കേൾക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും ഇതിൽ പറയുന്ന സംസ്കൃത ഭാഷയോ അല്ലെങ്കിൽ സംസ്കൃത അർത്ഥങ്ങളോ അറിയാത്തത് കൊണ്ട്, നിവൃത്തികേട് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ബേസിക്സ്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുള്ളതായതുകൊണ്ടും ഈ പറയുന്ന വാക്കുകളും കാര്യങ്ങളും ഞാൻ എടുത്ത് യൂസ് ചെയ്യും. അതിലൂടെ നമുക്കതിനെ മനസ്സിലാക്കാം. വെസ്റ്റേൺ സൈക്കോളജി മോശമായതുകൊണ്ടല്ല കേട്ടോ, ഭാരതീയമായിട്ടുള്ള ഋഷിമാരുടെ കൺസെപ്റ്റ് പറയാൻ വെസ്റ്റേൺ സൈക്കോളജിയുടെ സപ്പോർട്ട് വേണ്ട വാസ്തവത്തിൽ. പക്ഷേ ഈ ഭാഷ മനസ്സിലാവത്തില്ല. നമ്മൾ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു വെസ്റ്റേൺ സൈക്കോളജിയുടെ ഒരു സപ്പോർട്ട് വേണം, അവരുടെ ഒരു ടേംസിൻ്റെ ഒരു സപ്പോർട്ട് വേണം. അത് ഒരുപാട് വളർന്നിട്ടുണ്ട്, പാരാസൈക്കോളജിയൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഋഷിമാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളും യുങ്ങിയൻ സൈക്കോളജിയിലേക്കൊക്കെ കയറിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുകയും ചെയ്യാം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിജത്തിൽ ശരീരാർത്ഥമായിട്ട് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട്, പലപ്പോഴും ഭയത്താൽ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആൾക്കാർ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കും. അത് ഒരു നിസ്സഹായതയാണ്. ആ നിസ്സഹായത കൊണ്ട് പലതരത്തിലുള്ള ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കാണിക്കും. രണ്ടാമത്തേത് ചിത്താർത്ഥമാണ്. ചിത്തം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഇതുകൊണ്ട് 2 ടൈപ്പ് വേണേൽ പറയാം. ഒന്ന് ഇല്യൂഷൻസും മറ്റൊന്ന് ഹാലൂസിനേഷനും. ഇല്യൂഷൻസ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ സ്റ്റിമുലിയെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഇല്യൂഷൻസ് എന്ന് പറയുന്നത്. പുറത്ത് നമുക്ക് കാണുന്ന പല കാര്യങ്ങളെയും നമ്മൾ
പല രീതിയിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യും, ഒരു ഭ്രമം പോലെ നമ്മളത് കാണിക്കും. എന്നാൽ ഹാലൂസിനേഷൻ അങ്ങനെയല്ല. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ അതീന്ദ്രിയമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതൊക്കെയാണല്ലോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ സെൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത മണങ്ങൾ മണക്കുന്നു, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ പറയും. ഇതിൻ്റെ എല്ലാ രീതിയിലും രുചിക്കാൻ പറ്റുന്നു എന്നൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ തേർഡ് പേഴ്സൺ ഹാലൂസിനേഷൻ, സെക്കൻഡ് പേഴ്സൺ ഹാലൂസിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹാലൂസിനേഷൻസ് ഉണ്ട്. അതായത് ഞാൻ നടന്നു പോയപ്പം ഒരു അശരീരി കേട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നോട് ഇന്നലെ രാത്രിയിൽ പ്രവാചകൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ ഗുരുനാഥൻ രാത്രി വന്ന് ഉണർന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല തരത്തിൽ വരാം. എന്നെ ആരെങ്കിലും പിന്തുടരുന്നു എന്നുള്ളത്, എന്നെ ആരെങ്കിലും കൊല്ലാൻ വരുന്നോ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ഒരു ഭയം. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഹാലൂസിനേഷൻസ് ഒരു 90% എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രോമകളാണ്. കുട്ടിക്കാലങ്ങളിലൊക്കെ അസാധാരണമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം ചിലപ്പോൾ കുട്ടികളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സഹപാഠികളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേരൻറ്റിങ്ങിലുണ്ടായ മോശമായിരിക്കാം, എന്തുമാവാം. മനസ്സിന് താങ്ങാൻ കഴിയാത്ത സിറ്റുവേഷൻസിലൂടെ, ട്രോമകളിലൂടെ കടന്നു പോകുമ്പം ആ വൂണ്ട് ഹീലാവാതിരിക്കുമ്പം ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡറുകളും ഇവർക്കുണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾക്ക്. അത് കൂടി വന്ന് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നിജാവസ്ഥയിലുള്ള രോഗങ്ങൾ മാനസികമായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ വളരെ പാടാണ്. നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. തിരിച്ചറിയേണ്ടത് എന്ന് ചോദിച്ചാൽ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. 5ാം ഭാവവും ചന്ദ്രനും ബുധനും അതുപോലെ തന്നെ രാഹുവും ഒക്കെ ഇതിനകത്ത് ബന്ധപ്പെടും. രാഹു ഹാലൂസിനേഷനാണ്. അപ്പം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് 3, 5, 5ാം ഭാവാധിപൻ നീചനായി പോവുക, അതുപോലെ തന്നെ 3ാം ഭാവത്തിൽ രാഹു, അതേപോലെ തന്നെ രാഹുവിൻ്റെ ബന്ധങ്ങൾ, ബുധൻ്റെ ബന്ധങ്ങൾ. ബുധനാണ് ശരിക്കും കമ്മ്യൂണിക്കേറ്റർ. അപ്പോൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം രാഹുവിൻ്റെ ബന്ധം വരുമ്പം ഹാലൂസിനേഷൻ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ വരും. ആക്ച്വലി അതില്ലാത്തതാണ്, അവരുടെ അസുഖമാണത്. അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും, കാലം മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി താഴേക്ക് പോകുന്നത് മനസ്സിലാവും. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സർവ്വ മേഖലകളിലും അയാൾക്ക് കഴിവുള്ളിടത്തുനിന്ന് താഴേക്ക് പോകുന്നതായിട്ട് കാണാം. ഇത് ഒരുപാട് ട്രോമകൾ, ഇപ്പം OCPD എന്നൊക്കെ പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ടല്ലോ. എനിക്ക് ശുദ്ധിയില്ല, ഒട്ടും ശുദ്ധിയില്ല, വൃത്തിയില്ല. ഇപ്പം രാത്രിയിലൊക്കെ ആണെങ്കിലും പകലാണെങ്കിലും എല്ലാം പൂട്ടിയിട്ട് ഇരുട്ടൊന്നും കംപ്ലീറ്റ് ഇരുട്ടത്ത് എവിടെയെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന രീതികൾ, ഇതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ്. ഈ പ്രേതം ആ സമയത്താണ് ഈ പ്രേതമാണോ അല്ലെങ്കിൽ പ്രേതമുണ്ടോ, എന്നെ ആരാണ്ട് പിന്തുടരുന്നു എന്നൊക്കെയുള്ള തോന്നലുകൾ, പ്രേതത്തിൻ്റെ ഫിയർ, ഗോസ്റ്റിൻ്റെ ഒരു ഫിയർ ഇവർക്ക് വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ അടുത്ത ഭാഗമാണ്. അകന്തുകം എന്ന് പറയുന്നത് കുറച്ച് സറ്റിലായിട്ടുള്ള കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ നിജം എന്ന് പറയുന്നത് കുറച്ച് ഗ്രോസ് ആയിട്ടുള്ളതാണെങ്കിൽ, അകന്തുകം എന്ന് പറയുന്നത് കുറച്ച് സറ്റിലായിട്ടുള്ള കാര്യമാണ്. സറ്റിൽ ഫോഴ്സാണത്. ഓറയുമായിട്ട് കണക്റ്റഡ് ആണത്, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. അതിൽ ദൃഷ്ടി നിമിത്തവും അദൃഷ്ടമായിട്ടുള്ളതുമായിട്ടുള്ള 2 തരത്തിലുള്ള ഈ എനർജികളെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ദൃഷ്ടി നിമിത്തമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ, നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. ടെലിപ്പതി പോലുള്ള കാര്യങ്ങൾ, ക്ലെയർവോയൻസുകൾ, ഈ ഫിസിക്കൽ ഇൻട്രാക്ഷൻ ഇല്ലാതെ തന്നെ ഫിസിക്കൽ വിഷയങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെലികിനിസിസ് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്നിരിക്കുക, അല്ലെങ്കിൽ മാനസികമായിട്ട് 2 പേരും 2 സ്ഥലത്തിരിക്കുക. ആ സമയത്ത് ഒരാൾ അതിശക്തമായിട്ട് ആ വ്യക്തിയെ ആഗ്രഹിക്കുമ്പോൾ മറ്റേ ആൾക്കത് മനസ്സിലാകുക, അല്ലെങ്കിൽ മക്കളൊക്കെ വയ്യാതെ കിടക്കുമ്പം ഒരുപാട് ദൂരെയാണെങ്കിലും ജോലിസ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും അമ്മയ്ക്കത് ഫീൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. ആ ഒരു വെപ്രാളം, ഇപ്പം
ഭയങ്കര സ്നേഹമുള്ള രണ്ടുപേര് തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പം ചില സമയത്ത് ഒരുമിച്ചിരിക്കാൻ കഴിയാതിരിക്കും, അതീവ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പം കൂട്ടുകാരുടെ ഇടയിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡൗൺ ആവും, മൂഡ് ഓഫ് വരും, ഉള്ളിൽ നിന്നൊരു തീ കയറുന്ന പോലെ വരും, ആ വ്യക്തി എവിടെയായിരിക്കും സങ്കടപ്പെടുന്നതെന്നുള്ള തോന്നൽ വരും. ഇങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ടെലിപ്പതി ഒരുമിച്ച് ഭയങ്കര സ്നേഹത്തിലിരിക്കുന്ന സമയത്തും ഫോൺ ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്ത് അപ്പം ആൾ വിളിക്കും. ഒരു വണ്ടി നമുക്ക് വേണം എന്ന് തോന്നുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരും. അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരാളെ സഹായിക്കണം, നമുക്കൊരാളെ സഹായിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സഹായം വേണമെന്ന് തോന്നുമ്പോൾ ആ ആൾ നമ്മുടെ മുന്നിലേക്ക് വരും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. വാസ്തവത്തിൽ അത് ദൃഷ്ടി നിമിത്തമായിട്ടുള്ള അനുഭവങ്ങളാണ്, കുറച്ച് സറ്റിലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്നും ചിലപ്പം രോഗങ്ങൾ വരാം. പക്ഷെ അത് അത്ര ഇതായിട്ട് വരത്തില്ല. അത് ചിലപ്പം നമുക്ക് അവരെ ചിലപ്പം അസാധാരണമായിട്ടുള്ള ചില ചിന്താഗതികളായിട്ട് നമുക്ക് തോന്നാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള വലിയ രോഗാവസ്ഥകളായിട്ടൊന്നും വരാറില്ല. ഇങ്ങനെ ഫിസിക്കൽ ഇൻട്രാക്ഷൻ ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻസും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ കണക്ട് ചെയ്യാതെ തന്നെ, നമുക്കൊരു തരത്തിലുള്ള മീഡിയംസ് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, അനുഭവത്തിലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അകന്തുകം അല്ലെങ്കിൽ അദൃഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാവർക്കും ഈ ജന്മം മനസ്സിലാവണം എന്നില്ല. അതായത് ഒരാളുടെ ബോധമണ്ഡലം മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്നും മണിപൂരകത്തിലേക്കും, മണിപൂരകത്തിൽ നിന്ന് അനാഹതത്തിലേക്കും, അനാഹതത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കും, വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയിലേക്കും, ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിലേക്കും എത്തുമ്പം, സഹസ്രാരം എന്ന് പറയുന്ന 1000 ഇതളുള്ള അല്ലെങ്കിൽ താമര, സഹസ്രാരം എന്ന് പറഞ്ഞാൽ അനന്തത എന്നൊരവസ്ഥയാണ്. അനന്തമായിട്ടുള്ള അൺമാനിഫെസ്റ്റഡ് കോൺഷ്യസ്നെസ്സിലേക്ക്, ബ്രഹ്മാവസ്ഥയിലേക്ക് അല്ലെ പരശിവാവസ്ഥയിലേക്ക് ലയിക്കുന്ന ഒരവസ്ഥയാണ് സഹസ്രാരത്തിൻ്റെ പൂർണ്ണാവസ്ഥ. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ. ആക്ച്വലി ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇതിനെ ഞാൻ വേറൊരു തരത്തിൽ പറയാൻ ശ്രമിക്കാം, മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾ ഓർഗനോയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതായത് ഓർഗനോയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിൻ്റെ, പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ സെൽസിനെ ക്ലോൺ ചെയ്തിട്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ഉണ്ടാക്കുന്ന ചില ഓർഗനോയിഡ് ഇൻ്റലിജൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, AI സഹായത്തോടുകൂടി. അതായത് AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലിപ്പോൾ കമ്പ്യൂട്ടറുകൾ ഇരിക്കത്തില്ലേ, ആ കമ്പ്യൂട്ടറിനുള്ളിൽ CPU-വിനകത്ത് നമ്മുടെ ബ്രെയിൻസിൻ്റെ സെൽസിനെ പ്രത്യേക രീതിയിൽ ക്ലോൺ ചെയ്തെടുത്തിട്ട് AI സഹായത്തോടുകൂടി ഒരു ബ്രെയിനിനെ തന്നെ, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ CPU ആണെങ്കിൽ അതിനകത്ത് സിലിക്കൺ ആയിട്ടുള്ള, അതായത് നോൺ ഓർഗാനിക്കൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും മാറ്റിയിട്ട് നമ്മുടെ ബ്രെയിനിനുള്ളിലിരിക്കുന്ന ബ്രെയിൻ കോശങ്ങളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നിയന്ത്രിക്കുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ആവുന്നുണ്ട്. ഓർഗനോയിഡ് ഇൻ്റലിജൻസ് എന്നാണ് അതിൻ്റെ പേര്. ഓർഗനോയിഡ് ഇൻ്റലിജൻസിൽ ബ്രെയിൻ ഓർഗനോയിഡ്സ് എന്നൊക്കെ പറയുന്ന ഭാഗം ടെക്നോളജിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെന്താണ് കാരണം എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചാലും, സയൻറ്റിസ്റ്റ് എന്തുകൊണ്ട് നമ്മളുടെ ബ്രെയിനിൻ്റെ സെൽസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്നുള്ള അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്, ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. അത് അമേരിക്കയിലാണുള്ളത്. കിലോമീറ്റർ കണക്കിന് നീളവും 3 താപനിലയങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കറണ്ട് ഉപയോഗിച്ചാണ് അത് വർക്ക് ചെയ്യുന്നതുമായിട്ട് വളരെ വലിപ്പത്തിലുള്ള ഒരു കമ്പ്യൂട്ടറാണത്. 1.2 എക്സാഫ്ലോപ്പാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1.2 എക്സാഫ്ലോപ്പ് എന്ന് പറയുമ്പം, എക്സാഫ്ലോപ്പ് എന്ന് പറയുന്നത് ബില്യൺ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 18 പൂജ്യമുണ്ട്. അപ്പം 1.2 എക്സാഫ്ലോപ്പ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത് കൊണ്ട് ഒരു നിമിഷം, ഒരു സെക്കൻഡിൽ അത്രയും ഓപ്പറേഷൻസ് നടക്കും ഇതിനകത്ത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നവരല്ല, ഇപ്പോൾ 256 GB അല്ലെങ്കിൽ 512 GB 1 TB ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മൊബൈലിൻ്റെ കപ്പാസിറ്റി. 1000 GB ആണ് ഒരു TV. അതുപോലെ എത്രയോ TV, കണക്കില്ലാത്ത അത്ര TV, ബില്യൺ, അതായത്
1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 പൂജ്യമാണ്, 10⁻18 അല്ലെങ്കിൽ അത്രയാണത്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയുമാണ് ഒരു സെക്കൻഡിൽ ഈ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ്. ഒരു ഹ്യൂമൻ ബ്രെയിൻ, സയൻറ്റിസ്റ്റുമാർ കണ്ടുപിടിച്ചത്, ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്, ഒരാളുടെ തല എന്ന് പറയുന്നത്, തലയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 എക്സാഫ്ലോപ്പാണ്. ചിന്തിക്കുന്നുണ്ടോ? അതായത് 1.2 എക്സാഫ്ലോപ്പാണ് ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ കമ്പ്യൂട്ടർ, അപ്പം ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പം 1 എക്സാഫ്ലോപ്പാണ് ഒരു ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എന്നുള്ളിടത്തു നിന്നാണ് അവർ എങ്ങനെ സൈസ് കുറയ്ക്കാം, എങ്ങനെ എനർജി കുറയ്ക്കാം, എനർജി ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൈസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബ്രെയിൻ ഇത്രയും കപ്പാസിറ്റി ഉള്ളൊരു സാധനം ഈ ചെറിയ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ന്യൂറോൺസിനകത്തൊക്കെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലും എൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗാണ് ശരിക്കും എന്നെ ഈ വിഷയത്തിലേക്കൊക്കെ ചിന്തിക്കാൻ കാരണമായത്. തമാശയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ്, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഉദരവും ഉദരത്തിന് താഴേക്കുള്ള അവയവങ്ങൾ മാത്രമല്ലാതെ ഉദരവും അതിന് മുകളിലേക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്, പ്രത്യേകിച്ച് മുകളിലിരിക്കുന്ന തല. ആ തലയ്ക്കകത്തിരിക്കുന്ന സാധനം നന്നായിട്ട് ഉപയോഗിക്കാൻ നോക്കൂ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും എന്ന്. അപ്പം എനിക്ക് ആ സമയത്ത് ഇത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയെങ്കിലും പിന്നീട് അദ്ദേഹം പറഞ്ഞു, തലയ്ക്കകത്തിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ബോധം വികസിക്കുന്നു, ഏതൊരു വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നോ അപ്പം മാത്രമേ നമ്മുടെ തല ആ രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് ഡെവലപ്പ് ആവത്തുള്ളൂ. നമ്മുടെ ബ്രെയിനിന് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏതൊരു സബ്ജക്റ്റിലാണോ ഫോക്കസ്ഡ് ആവുന്നത് ആ ഫോക്കസിനനുസരിച്ച് ഒരു പ്ലാസ്റ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ബ്രെയിൻ റീവെയർ ചെയ്യാനും നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പോലുള്ള കാര്യങ്ങൾ നടക്കാനും കപ്പാസിറ്റി ഉണ്ട്. അതിപ്പോൾ കലയിലായിക്കോട്ടെ, ഭക്തിയിലായിക്കോട്ടെ, നിങ്ങൾ എന്ത് വിഷയത്തിലാണോ ഗാഢമായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നത്, അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ മാറും. അപ്പം എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു, എത്രത്തോളം ബ്രെയിൻ യൂസ് ചെയ്യുന്നു, എത്രത്തോളം ഡെവലപ്പ് ആകുന്നു, നിങ്ങൾ അതിനനുസരിച്ച് സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരുമായിട്ട് മാറുന്നു. ഇതിനെ തന്നെയാണ് ഋഷിമാർ പറഞ്ഞത്, സഹസ്രാരപത്മത്തിൻ്റെ പൂർണ്ണ വിസ്തൃതി ഒരാളെ അജയ്യനായി തീർക്കുന്നു, തോൽവിയില്ലാത്തവനായി തീർക്കുന്നു. അതിന് കാരണം ഇതാണ്, അത്രയും ഉയരത്തിലേക്ക് ആ ബ്രെയിനിൻ്റെ വളർച്ച, അത്രയും തന്ത്രശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് സഞ്ചരിച്ചാൽ ദേവനായിരുന്നു കൊണ്ട് ദേവനെ പൂജിക്കുക, അല്ലെങ്കിൽ ശിവനായിരുന്നു കൊണ്ട് ശിവനെ പൂജിക്കുക. നീ എന്തായിരുന്നു കൊണ്ട് അത് ചെയ്യുന്നു അതായി നീ മാറും എന്ന് പറഞ്ഞ് പഠിക്കുന്ന തന്ത്രശാസ്ത്രത്തെ പോലുള്ള അതിബൃഹത്തായിട്ടുള്ള ഓരോ ദേവതാ പദ്ധതിയിലൂടെയും കടന്നു ചെല്ലുമ്പം നമ്മുടെ ബോധം ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാണ് പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഒന്നും പിൻബലം വേണ്ട. പക്ഷേ കാലഘട്ടം അതായതുകൊണ്ട് ഈ കേൾക്കുന്നവർക്ക് ആക്ച്വലി അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെയൊക്കെ പിൻബലം വെച്ചിട്ട് പറയുന്നത്. അതുകൊണ്ട് അത്രയും കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഓരോ മനുഷ്യരും അസാധാരണക്കാരാണ് വാസ്തവത്തിൽ. നമ്മളിങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഓരോ ബ്രെയിനുകളും ഒരു എക്സാപ്ലോപ്പിനടുത്ത് കപ്പാസിറ്റി ഉള്ളതാണ്. ഓരോ വ്യക്തികളിലും അത്രയും ശക്തി ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് ഇങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാനിങ്ങനെ നോക്കാറുണ്ട്. നമ്മൾ ശരിക്കും പിള്ളേരൊക്കെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇവരൊക്കെ എത്ര കപ്പാസിറ്റി ഉള്ളവരാണ്, ഓരോ മനുഷ്യരും എന്ത് കഴിവുള്ളവരാണ് എന്നുള്ളത്. ഈ അതീന്ദ്രിയമായിട്ടുള്ള കഴിവിലേക്ക് എല്ലാ വ്യക്തികൾക്കും കടന്നു കയറാൻ കഴിയില്ല. അങ്ങനെ ഈ ചുറ്റുപാടുകൾ നോക്കുന്ന സമയത്ത് ഇവരെന്തുകൊണ്ട് ഒരു ലെവലിന് മുകളിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ള എൻ്റെ ചിന്തയാണ് അനവധി ജാതകങ്ങൾ പരിശോധിച്ചപ്പോൾ, യോഗിമാരുടെ അടക്കം ജാതകങ്ങൾ പരിശോധിക്കുമ്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അമാനുഷികരായിട്ട് മാറുന്നവരുടെ, ഇപ്പം മ്യൂസിക്കിലാണെങ്കിൽ മ്യൂസിക്കിൻ്റെ അമാനുഷികരായി മാറുന്നവർ, ത്യാഗരാജസ്വാമികളെ പോലെ, മുത്തുസ്വാമി ദീക്ഷിതരെ പോലെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന AR റഹ്മാനെ പോലുള്ള ആൾക്കാർ, അസാമാന്യ പ്രതിഭാശാലികളായിട്ടുള്ള കലാകാരന്മാർ, അതേപോലെ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുമാർ, ഒരുപാട് കഴിവുള്ള ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എഴുത്തുകാരും, സ്പിരിച്വൽ ആയിട്ടുള്ള ഗുരുക്കന്മാർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ അവരുടെ ജാതകങ്ങൾ കുറേ കളക്ട് ചെയ്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ ആൾക്കാർക്കും
അത് സാധിക്കില്ല. കാരണം അവരുടെ തോട്ട് പ്രോസസ്സുകൾ എപ്പോഴും ഈ പറഞ്ഞ 2 3 ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ വരില്ല. ബാക്കി എല്ലാ ഗ്രഹങ്ങളും 9 ഗ്രഹങ്ങളിൽ 3 ഗ്രഹങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജാതകം സൂചന തരുന്നത്. അതിലൊന്നാമത്തേത് വ്യാഴമാണ്. വ്യാഴം പവർഫുൾ ആവാത്ത ഒരാൾക്ക് ശരിക്കും ഈ പറയുന്ന സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് മനസ്സിലാവില്ല. വ്യാഴം ഹൈലി പവർഫുൾ ആയാൽ മാത്രമേ ഈഗോ ഒക്കെ താന്ന് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനും ആ സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നേച്ചറിൻ്റെ ആ ഒരു വളരെ സ്പിരിച്വലായിട്ടുള്ള പ്ലെയിനിലേക്ക് അവരുടെ ബോധത്തിന് കടക്കാൻ പറ്റും. രണ്ടാമത്തത് കേതുവാണ്. കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ ഒരു ബന്ധം, അല്ലെങ്കിൽ വ്യാഴവും കേതുവും നല്ല പവർഫുള്ളായിട്ട് വന്നാൽ, പ്ലസ്സായി വന്നാൽ, ബലപ്പെട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇന്നർ വേൾഡിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഉള്ളിൽ നിന്നുകൊണ്ട് അകത്തേക്ക് പോയിട്ട് പുറത്തെ പ്രപഞ്ചത്തിൻ്റെ പല ചൈതന്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് കഴിവുണ്ടാവും. മൂന്നാമത്തേത് ശനിയാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ പ്രാക്ടീസിന്, സ്പിരിച്വൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് ഒരു വ്യക്തി എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഞാനും ഈ ചുറ്റുമുള്ളതും സർവ്വതും ഈശ്വരാംശമാണെന്നുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ വ്യാഴത്തിന് ശനിബന്ധം വേണം. ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ജൂപ്പിറ്ററും ലോവർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ശനിയും അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ബന്ധമാണ് വാസ്തവത്തിൽ ആ സോളിൻ്റെ സ്പിരിച്വൽ ക്വാളിറ്റി വരുന്നത്. ആ സ്പിരിച്വൽ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓരോ തോട്ടിലേക്ക് പോകുന്നത്. ആ തോട്ട്സാണ് നമ്മളുടെ ആക്ഷൻസിന് കാരണമാകുന്നത്. ആ ആക്ഷൻ വസ്തുതയിൽ തോട്ട് ബ്രെയിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്താണ് ഒരു തോട്ടിൻ്റെ റീസൺ എന്നുള്ളത്. അത് കർമ്മമാണ്, അത് പ്രാരാബ്ധത്തിലുള്ളതാണ്. അപ്പം ഓരോ ഗ്രഹങ്ങളും നമുക്ക് ഇന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു തരുന്നു. അതിൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള പല സൈക്കിക് വൈബുകളും പല കാര്യങ്ങളും ഈ പറഞ്ഞ നമ്മൾ പ്രേതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പല തരത്തിലുള്ള എനർജികളെ ശരിക്കും തിരിച്ചറിയണം എങ്കിൽ ആ വ്യക്തിക്ക് കേതുവിനും വ്യാഴത്തിനും ബലമുണ്ടായിരിക്കണം. സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരാളുടെ ബോധം പൂർണ്ണമായിട്ടും കടന്നു പോകണമെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സാറ്റേണും അതേപോലെ തന്നെ ഒരു വ്യാഴത്തിൻ്റെയും ബന്ധം ആ ജാതകത്തിലുണ്ടായിരിക്കണം. ഇതൊരു സത്യമായ കാര്യമാണ്. അങ്ങനെയുള്ളവർ മാത്രമാണ് ശരിയായ സ്പിരിച്വൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പം രാഹുവിന് ബലമുള്ള ഒരു സ്പിരിച്വൽ ആവും, ശുക്രന് ബലമുള്ള ഒരു സ്പിരിച്വൽ ആവും, ബുധന് ബലമുള്ള ഒരു സ്പിരിച്വൽ ആവും, ഈവൻ രവിക്ക് ബലമുള്ളവർ പോലും സ്പിരിച്വൽ ആവും. പക്ഷേ അവരുടെ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് തീർത്തും ഗ്രോസ് ആയിട്ടുള്ള ലെവലിനപ്പുറമായിട്ട് പോവില്ല. ചിലപ്പോൾ കുറച്ച് നന്മകളൊക്കെ കാണുമായിരിക്കും, പക്ഷേ വളരെ സ്വാർത്ഥതയുണ്ടായിരിക്കും. നിസ്വാർത്ഥമായിട്ടുള്ള സ്പിരിച്വാലിറ്റി, നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിസ്വാർത്ഥമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ഒരാൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുന്നത്. ഒന്നും പ്രതീക്ഷിച്ചില്ല, അവരങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് അസാമാന്യമായ കഴിവായിരിക്കും ആ പ്രവൃത്തി ചെയ്യാൻ. അതിന് 3 പ്ലാനറ്റ്സ് ഒരാളുടെ ജാതകത്തിൽ പവർഫുള്ളായിരിക്കണം. ആ ആളിന് പ്രേതത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതീന്ദ്രിയമായിട്ടുള്ള ഒരുപാട് കഴിവുകളും ഇന്ദ്രിയമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കഴിവുകളും പല തരത്തിലുള്ള കപ്പാസിറ്റികളും ഉണ്ടാവും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ഉള്ള വിഷയങ്ങൾ ഇനിയിപ്പം ഒരുപാട് ഫോബിയകളെക്കുറിച്ചും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകളെക്കുറിച്ചും അത് ജാതകം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം. രവിയും ചൊവ്വയുമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നമുക്ക് ജാതകത്തിൽ തരുന്ന സൂചനകൾ. അങ്ങനെ നിരവധി സബ്ജക്റ്റുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലെങ്തായി ഈ വീഡിയോ. അപ്പം നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് ശക്തി സ്രോതസ്സുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് എനർജി വൈബുകളുണ്ട്. എല്ലാവർക്കും എല്ലാം ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. ചിലത് ആൾക്കാർ കാണുന്നത് ഉണ്ടെന്ന് തോന്നുന്നത് ചില കാര്യങ്ങളൊക്കെ അസുഖങ്ങളായിരിക്കും. അതിന്
സൈക്യാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ പോവുകയും സൈക്യാട്രിസ്റ്റുകളുടെ അടുത്തു നിന്നൊക്കെ മരുന്ന് കഴിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയും ഒരുപാട് വളർന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ഇൻഫ്ലുവൻസസ് ആണെങ്കിൽ, അത് നിമിത്തമുണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, അത് വേറെ സറ്റിൽ വേൾഡിൽ ഉണ്ടാവുന്നത് നിമിത്തമാണ്, അത് ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. തൽനിമിത്തമുള്ള പ്രശ്നങ്ങൾക്ക് ശരിക്കും സാധനങ്ങളൊക്കെ ചെയ്യുന്നതും തീർത്ഥയാത്രകൾ ചെയ്യുന്നതും ഒക്കെ തന്നെയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അറിവും വിശ്വാസവും. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.